മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നോക്കിയാൽ നല്ല അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന, അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഈ ഈ ഈ ഡോക്ടറെ ഏറെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ഈ പരാമർശം ഇതിൽ വന്ന സാഹചര്യം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം. സാധാരണ നിലയിൽ പലപ്പോഴും ഉണ്ടാകുന്ന വിമർശനങ്ങളിൽ പ്രതിസന്ധിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഈ ഒറ്റപ്പെട്ട സംഭവമാണ് എന്നത്. പക്ഷേ ഈ ഡോക്ടറുടെ കാര്യത്തിൽ പറഞ്ഞാൽ, ഡോക്ടർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, 23 വയസ്സുകാരനായ ഒരു യുവാവിൻ്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ അവൻ്റെ സങ്കടവും കരച്ചിലും സഹിക്കവയ്യാതെയാണ് ഞാനിത് തുറന്നു പറയേണ്ടി വരുന്നത്. സർവീസ് ചട്ടങ്ങളും പാലിച്ച്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ച് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിൽ നടപടി ഉണ്ടാകാതെ വരുമ്പോൾ പിന്നെ നിസ്സഹായനായി ഒരു രോഗിയുടെ കണ്ണീര് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഡോക്ടർക്ക് മറ്റെന്ത് വഴി എന്നൊരു ചോദ്യം കൂടിയില്ലേ? ഗോകുൽ, തീർച്ചയായും ഇതിൽ നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലിന് ശേഷം ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രതിസന്ധികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത്തരം നിലനിൽക്കുന്ന പോരായ്മകളെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള ചർച്ചകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ വിമർശനങ്ങൾ ഉയരും. ആ വിമർശനങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ ചെയ്യേണ്ടത്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായ വിമർശനങ്ങളെ അതേപടിയിൽ, അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളാനോ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് അതൊക്കെ തെറ്റായി ഈ ചിത്രീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയെ ആകെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്ടർ വന്ന് പറഞ്ഞ പ്രതികരണം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ ആ വിമർശനത്തിന് ആഴമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സർക്കാർ ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രതിരോധത്തിലായിട്ടുണ്ടാകാം. നമ്മൾ നേരത്തെ ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ പരിശോധിക്കപ്പെടും, അത് അന്വേഷിക്കും എന്നതാണ് മന്ത്രി പറഞ്ഞത്. അത്തരം പരിശോധനകളും അന്വേഷണങ്ങളും നടക്കേണ്ടതുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലാകെ. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, സമാനമായി മറ്റ് മെഡിക്കൽ കോളേജുകളിലും, ഇത്തരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലിന് ശേഷം അത്തരം പരിശോധനകളും അത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലൊക്കെ ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ആകെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതികരണം കാരണമായി എന്നുൾപ്പെടെയുള്ള വളരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ്. എന്തായാലും ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വശമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിൽ ആയി എന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അതിനെതിരെ പറയുന്നു എന്നതാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ഹസൻ മികച്ച ഉദ്യോഗസ്ഥനാണ്, ഡോക്ടറാണ് എന്നതൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ഈ പരസ്യമായ വിമർശനം അത് നേട്ടങ്ങളെ, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ താറടിച്ച് കാണിക്കാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടവർക്ക് വഴിയൊരുക്കി എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഏതായാലും അങ്ങനെ താറടിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഈ സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരാണെന്ന ചോദ്യം കൂടിയുണ്ട്. അതിനെപ്പറ്റി മറുപടിയില്ല. ഏതായാലും ഈ വിമർശനം ഉന്നയിച്ച് ഡോക്ടർക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനമാണ് ഈ ഉപകരണങ്ങൾ എത്തിക്കുന്നതിലടക്കം ഫലം കണ്ട നടപടികളിലേക്ക് പോയത്. പക്ഷേ ആ ഡോക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയരുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.